ലോകനാർക്കാവ് ഗ്രീൻ ഇക്കോസ്ഫിയർ പരിസ്ഥിതി സംഘടന ലോകനാർക്കാവ് ക്ഷേത്രത്തിൽ പൂജാ പുഷ്പത്തോട്ടം ഒരുക്കുന്നു. തോട്ടം നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം കർഷക പുരസ്കാര ജേതാവ് KBR കണ്ണൻ പയ്യന്നൂർ നിർവഹിച്ചു. ഗ്രീൻ ഇക്കോസ്ഫിയർ എന്ന പരിസ്ഥിതി സംഘടന ലോകനാർക്കാവ് ക്ഷേത്രത്തിൽ പൂജാ പുഷ്പത്തോട്ടം ഒരുക്കുന്നു. ക്ഷേത്ര സമുച്ചയത്തിലെ ഭഗവതി, വിഷ്ണു, ശിവ ക്ഷേത്രങ്ങളിലെ പൂജകൾക്ക് ആവശ്യമായ പുഷ്പങ്ങൾക്കായുള്ള തോട്ടമാണ് ഒരുക്കുന്നത്. പൂജാ പുഷ്പത്തോട്ട നിർമ്മാണ ഉദ്ഘാടനം ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് തൈ കൈമാറിക്കൊണ്ട് ദേശീയ കർഷക പുരസ്കാര ജേതാവ് KBR കണ്ണൻ പയ്യന്നൂർ നിർവഹിച്ചു. ജൂൺ 22 മുതൽ ജൂലൈ 5 വരെയാണ് തിരുവാതിര ഞാറ്റുവേല. 27 നക്ഷത്രത്തിൽ 27 ഞാറ്റുവേലയാണ്. 13 ദിവസമാണ് ഞാറ്റുവേല എന്ന് പറയുന്നത്. ഗ്രീൻ ഇക്കോസ്ഫിയർ പ്രസിഡന്റ് വടയക്കണ്ടി നാരായണൻ അധ്യക്ഷനായി. പൂജാപുഷ്പത്തോട്ടം പൂജയ്ക്കുള്ള പുഷ്പങ്ങൾ നൽകുന്നു എന്നതിലുപരി ഏത് തരം ചെടികളായാലും വൃക്ഷങ്ങളായാലും ഈ അന്തരീക്ഷത്തിലേക്ക് ഒരുപാട് ഓക്സിജൻ വിട്ടുകൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഭൂമിയെ കാർബണിൽ നിന്ന് മുക്തമാക്കാനുള്ള ഒരു പ്രവർത്തനം എന്ന രീതിയിൽ കൂടി ഞങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ്. കോഴിക്കോട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ KN ദിവ്യ മുഖ്യാതിഥിയായി. പക്ഷി നിരീക്ഷകൻ GK പ്രശാന്ത് ഹരിത സന്ദേശം നൽകി. ഗ്രീൻ ഇക്കോസ്ഫിയർ സെക്രട്ടറി മിനി ചന്ദ്രൻ പദ്ധതി വിശദീകരിച്ചു. ബിനീഷ് താമരശ്ശേരി, മാർഗരറ്റ് ബോബി, K കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ TV രാമചന്ദ്രൻ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി T വിനീത് നന്ദിയും പറഞ്ഞു. തെച്ചി, മന്ദാരം, തുളസി, പിച്ചകം, ചെമ്പരത്തി, കൂവളം, ചെണ്ടുമല്ലി, മുല്ല, ആകാശമുല്ല, മരമുല്ല, ചെമ്പകം, എരിക്ക്, ഉമ്മം, തുമ്പ, ശംഖുപുഷ്പം, കാദംബരി തുടങ്ങിയവയാണ് നട്ടുപിടിപ്പിച്ചത്. വനമഹോത്സവത്തിനിടയ്ക്ക് ആയതുകൊണ്ട് ഇവയ്ക്ക് പുറമെ ചന്ദനം, കമണ്ടലു എന്നിവയും നട്ടുപിടിപ്പിച്ചു. വളർച്ച ഉറപ്പാക്കാനായി തിരുവാതിര ഞാറ്റുവേലയിൽ തന്നെ നട്ടുപിടിപ്പിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.